ഷൊർണൂർ നഗരസഭയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിനെ ചൊല്ലി ബി.ജെ.പി. കോൺഗ്രസ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ നമസ്തേ ഡേയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നും ഈ ക്യാമ്പ് ആസൂത്രണമില്ലാത്ത രീതിയിലാണ് നടത്തിയതെന്നും ബി.ജെ.പി. കൗൺസിലർ ഇ.പി. നന്ദകുമാർ പറഞ്ഞു. ക്യാമ്പിൻ്റെ നടത്തിപ്പ് ശരിയായ രീതിയിലല്ലെന്ന് കോൺഗ്രസ് കൗൺസിലർ വി.കെ. ശ്രീകൃഷ്ണനും ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെയർപേഴ്സൺ പി. നിർമ്മലയും പറഞ്ഞു. നഗരസഭ കൗൺസിലുകൾ നടത്തിയ മെഡിക്കൽ ക്യാമ്പിനെ ചൊല്ലിയായിരുന്നു തർക്കം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ നമസ്തേ ഡേയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് കൃത്യമായ രീതിയിലല്ല നടത്തിയത്. ഹരിതകർമ്മ സേനാ അംഗങ്ങളെ വിളിച്ചു വരുത്തി അവരെ പുറത്ത് നിർത്തിയത് ശരിയായ നടപടിയല്ല. അവർക്ക് എവിടെയാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. അത്തരത്തിൽ ക്യാമ്പിന്റെ നടത്തിപ്പ് ശരിയായ രീതിയിലല്ലെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി.ജെ.പി. കൗൺസിലർമാരായ ഇ.പി. നന്ദകുമാർ, ഗോപകുമാർ എന്നിവർ പ്രതിഷേധം അറിയിച്ചത്. പിന്നീട് ഇവരും ഭരണപക്ഷ കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നഗരസഭയുടെ ഈ നടപടി ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിലെ കൗൺസിലർമാരായ വി.കെ. ശ്രീകൃഷ്ണൻ, സീന, ഗീത എന്നിവരും പ്രതിഷേധം അറിയിച്ചു. കൃത്യമായ രീതിയിലല്ല ക്യാമ്പ് ആസൂത്രണം ചെയ്തതെന്നും നഗരസഭയുടെ ഇത്തരം രീതികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബി.ജെ.പി. കൗൺസിലർ ഇ.പി. നന്ദകുമാർ പറഞ്ഞു. നമസ്തേ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി, ആ പദ്ധതി പ്രകാരം ഷൊർണൂർ നഗരസഭാ പ്രദേശത്തുള്ള സാനിറ്റേഷൻ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഈ പ്രദേശത്തുള്ള മറ്റ് ശുചീകരണ പ്രവർത്തനമായി നടത്തുന്ന സാധാരണക്കാരായ ആൾ, അവരുടെ ഇത്തരം ശുചീകരണ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്കുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ചേർത്തുപിടിപ്പ്, അതാണ് ഈ നമസ്തേ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഇന്ന് ഷൊർണൂരിൽ നടത്തുന്നത് ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളെ അടക്കം മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ ഷൊർണൂരിലെ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഒരു ഉദ്ഘാടന പരിപാടി മാത്രം നടത്തുന്നു. ഇവിടെ കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ അത് നാമമാത്രമായി നടത്തുകയും അത് ഫോട്ടോ എടുത്ത് അയക്കുകയും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക്, ഇതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല. നഗരസഭയുടെ ഇത്തരം നിലപാടിനെ രൂക്ഷമായി കോൺഗ്രസിലെ കൗൺസിലർ വി.കെ. ശ്രീകൃഷ്ണനും വിമർശിച്ചു. നഗരസഭയുടെ ഇത്തരം രീതി നടപ്പാകില്ലെന്നും വി.കെ. ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഒരു സംവിധാനം സംഘടിപ്പിക്കുമ്പോൾ അത് ഇവിടെയുള്ള കൗൺസിലർമാരെ കൃത്യമായി അറിയിക്കുകയോ മറ്റുള്ളവരൊന്നും അറിയിക്കാതെ ഒരു വിഭാഗം ആളുകൾ, ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് മുകളിലുള്ള ഒരു ഹാളിലാണ് ഈ പരിപാടി എന്ന് പറയുകയും നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ വെച്ച് ഡോക്ടർമാരടക്കം പരിപാടി നടത്തുകയും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എവിടെയെന്നറിയാതെ 19ഓളം പേര് അവിടെ ഇവിടെയും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് കൃത്യതയോടുകൂടി ചെയ്യാതെ പല സാഹചര്യങ്ങളും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ഈ നഗരസഭ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്? അതേസമയം ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവരം ശനിയാഴ്ചയാണ് ലഭിച്ചത്. തിങ്കളാഴ്ച തന്നെ കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പി. നിർമ്മല പറഞ്ഞു. ക്യാമ്പിലെത്തി അലങ്കോലപ്പെടുത്തിയല്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായി ചൂണ്ടിക്കാട്ടേണ്ടതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭ എന്ത് പരിപാടി നടത്തിയാലും പ്രതിപക്ഷാംഗങ്ങൾക്ക് എതിർക്കുകയാണ് രീതി. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. നമ്മുടെ കൗൺസിലേഴ്സിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ചോദിക്കായിരുന്നു, ഇതിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മെസ്സേജ് കണ്ടപ്പോൾ തന്നെ എന്നെ വിളിക്കണം. ബന്ധപ്പെട്ട ആൾ ഞാനാണല്ലോ, എന്നെ വിളിക്കുക അല്ലെങ്കിൽ സെക്രട്ടറിയെ വിളിക്കുക. ഇവരാരെങ്കിലും വിളിച്ചിട്ടാണ് ഇത് ക്ലിയർ ചെയ്യേണ്ടത്. അല്ലാണ്ട് നഗരസഭ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ കയറി വന്നിട്ട് അത് അലങ്കോലപ്പെടുത്തിയിട്ടല്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വലിയ പദ്ധതിയാക്കി മാറ്റേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ജനത്തിൻ്റെയും പദ്ധതിയാണ്. അതെങ്ങനെ അവരുടെ തന്നെയാവും? എന്താ ഈ നികുതി പണം ഇവിടുന്ന് പോകണം, നികുതി പണം കേന്ദ്ര സർക്കാർ വിധിച്ച് നമുക്ക് തരണോ? അത്രേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു പദ്ധതി എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹരിതകർമ്മ സേനേനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് PP കിറ്റ് വിതരണം ഉണ്ട്. അതുപോലെ തന്നെ 5 മെമ്പേഴ്സിന് ആയുഷ്മാൻ കാർഡ് ആയത് അവർക്ക് ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ.